വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം 3 യോഹന്നാൻ 1 അധ്യായം 2 തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ വാത്സല്യഭാജനമേ, നിന്റെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു യുവാവ്, ഏറെ തീഷ്ണതയോടെ കർത്താവിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീസസ് യൂത്തിലെ അംഗം, ഏറെ പ്രാർത്ഥന ആവശ്യങ്ങളുമായി വരാറുള്ളതും ഏറെ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നതുമാണ്. ഇടയ്ക്കെല്ലാം പരസ്പരം ശക്തിപ്പെടുത്താനും ദൈവത്തിൻ്റെ വചനങ്ങളെപ്പറ്റി സംസാരിക്കാനും ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. എപ്പം വിളിച്ചാലും എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ കഥ പറയാനും കൂടെ ഈ യുവാവിനുണ്ടായിരിക്കും. ഏറെ നാളുകളായി ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ട്. മാത്രമല്ല, അടിക്കടി ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ പറയുന്നത് വയറിന് ഏറെ അസ്വസ്ഥതകളുണ്ട് എന്നായിരിക്കും. പല ഹോസ്പിറ്റലുകളിലും നിത്യ സന്ദർശകൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായ അനേകം രോഗങ്ങൾക്ക് ഉടമയാണ് ഈ യുവാവ്. മാത്രമല്ല, പഠിക്കുന്ന കോളേജിൽ ഓരോ പരീക്ഷയും അടുക്കുമ്പോൾ പനിയും വയറ്റിളക്കം അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ യുവാവ് കടന്നു പോകാറുണ്ട്. യുവാവ് സംസാരിക്കുമ്പോൾ എന്നോട് പറയും, മാഡം, ഒരുപാട് സമയം പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് മറ്റുള്ളവരെ പോലെ ഒരു ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കാറില്ല. ഏറെ സമയം പഠിക്കാറുണ്ട്, പല പ്രഭാഷണങ്ങൾക്കായും തയ്യാറെടുക്കാറുണ്ട്. പക്ഷെ ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ച് എനിക്ക് ചെയ്യാൻ സാധിക്കാറില്ല. ഒരു ദിവസം ഒരു പ്രസംഗം നടത്തേണ്ട ആവശ്യം ഈ യുവാവുമായി ബന്ധപ്പെട്ട ക്ലാസിൻ്റെ ഒരാവശ്യമാണ്. എന്നോട് പ്രസംഗത്തിന് കയറുന്നതിന്, സ്വാഗത പ്രസംഗമാണ് ഈ യുവാവിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. എങ്കിലും കയറുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ ഇദ്ദേഹം എന്നെ വിളിക്കുകയാണ്. നാളെ കൈയും കാലും വിറയ്ക്കുന്നു, എങ്ങനെ ഞാനിത് സംസാരിക്കും? ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്, വീണ്ടും എനിക്കിത് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു വചനം പറഞ്ഞു കൊടുത്തു. ജോഷുവ 1:9 എന്ന വചനം: ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഹോളിന് വെളിയിലേക്ക് ഇറങ്ങി നിന്ന് ഒരു 5 പ്രാവശ്യം ഈ വചനം തനിക്ക് തന്നെ കേൾക്കാവുന്ന സ്വരത്തിൽ ഏറ്റുപറയാൻ ആവശ്യപ്പെട്ടു. ആ യുവാവിന് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ യുവാവ് വിളിച്ചു, മാഡം, ഇപ്രാവശ്യം ഒരു ധൈര്യം ലഭിച്ച പോലെ ഞാൻ ഒരുങ്ങി വന്നത് മുഴുവൻ പറഞ്ഞിട്ട് എനിക്ക് പോരാൻ സാധിച്ചു. എങ്കിലും എൻ്റെ കാലുകൾ വിറയ്ക്കുന്നത് മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ തമ്മിൽ കാണാനിടയായി. അന്നേരം ഏറെ സങ്കടത്തോടെ യുവാവ് പറഞ്ഞു, മാഡം, എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്,
എന്തുകൊണ്ടാണ് എനിക്കൊരു ധൈര്യം ലഭിക്കാത്തത്? കർത്താവിൻ്റെ ദാസൻ എന്ന അധികാരത്തോടെയും അവകാശത്തോടെയും പ്രവർത്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഒരു വചനമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനിടയായത്. ആത്മാവിൽ നാം ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെ ധൈര്യത്തോടെ കർത്താവിൻ്റെ നാമവും പേറി നാം ജോലി ചെയ്യുന്ന സ്ഥലത്തും പഠിക്കുന്ന കോളേജുകളിലും ഇടപെടുന്ന കർമ്മരംഗങ്ങളിലും കർത്താവിൻ്റെ സ്വന്തം ആളായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വചനം ഇങ്ങനെ തന്നെ പറയുന്നു, ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകുവാനും നീ ആരോഗ്യവാനായിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരിക്കലും നാം ഇങ്ങനെ വിഷമിച്ചും സങ്കടപ്പെട്ടും കഴിവില്ലാതെയും ധൈര്യമില്ലാതെയും ഒന്നും നടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു കർമ്മരംഗം തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രിയ പുത്രനായി പ്രിയ പുത്രിയായി തല ഉയർത്തി ജീവിക്കണമെന്ന് കൂടെ കർത്താവ് ആവശ്യപ്പെടുന്നു. അതിനുള്ള കഴിവ് നമ്മിൽ നിക്ഷിപ്തമാണ്. നാം അത് തിരിച്ചറിഞ്ഞ് അവകാശപ്പെട്ട് കർത്താവിൻ്റെ കൈ പിടിച്ച് ഐശ്വര്യത്തോടെ ജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തിൽ ഈ യുവാവിനെ ധൈര്യപ്പെടുത്തിയപ്പോൾ ഞാൻ കേട്ട ഒരു കഥ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരു അപ്പനും അമ്മയ്ക്കും 3 മക്കളുണ്ടായിരുന്നു. മൂത്ത 2 ആൺകുട്ടികളും ഇളയത് ഒരു പെൺകുട്ടിയും. ഇളയ പെൺകുട്ടിക്ക് ഏകദേശം 2 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. മറ്റ് ആൺകുട്ടികൾ 4ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നവരാണ്. എന്നും വൈകിട്ട് ഈ അപ്പൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. പഴങ്ങളോ ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരു ദിവസം ഈ അപ്പൻ വന്നപ്പോൾ കയ്യിൽ 1 കിലോ ഓറഞ്ചുമായിട്ടാണ് വന്നത്. മൂത്ത കുട്ടി സ്വാഭാവികമായിട്ടും ഓടിച്ചെന്നു. രണ്ടാമനും ഓടിച്ചെന്നു. 3ാമത്തെ പെൺകുട്ടി പതിയെ സഞ്ചരിച്ച് അപ്പൻ്റെ അടുക്കലെത്തി. 3 പേരും അപ്പൻ്റെ അടുക്കിലേക്ക് എത്തുന്ന സമയം മൂത്ത ആൺകുട്ടി ഉറക്കെ ചോദിച്ചു, പപ്പ ഇന്ന് എന്താണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? പപ്പ പറഞ്ഞു, ഇന്ന് ഓറഞ്ചാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. മൂത്ത മകൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 3 ഓറഞ്ച് വേണം കേട്ടോ. അപ്പൻ യെസ് പറഞ്ഞു. രണ്ടാമത്തെ പയ്യൻ പറഞ്ഞു, എനിക്കും 3 ഓറഞ്ച് വേണം. അപ്പൻ പറഞ്ഞു, ശരി, 2 പേർക്കും തരാം. 3ാമത്തെ പെൺകുട്ടി അടുത്തോട്ട് വന്ന് പപ്പ അവളോട് ചോദിച്ചു, നിനക്കോടി എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി 2 കൈയും ഉയർത്തി അപ്പൻ്റെ നേരെ ചെന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്നെ എടുക്കൂ എന്നുള്ളതാണ് ആ കൈ ഉയർത്തലിന്റെ അർത്ഥം. ഏറെ സ്നേഹത്തോടെ പിതാവ് ഈ മകളെ വാരിയെടുത്തു, ഇങ്ങനെ പിടിച്ചു. മകൾ ഇങ്ങനെ അപ്പനെ മുഖത്ത് നോക്കി ഒരു ചുംബനം കൊടുത്തിട്ട് അപ്പൻ്റെ കയ്യിലിരുന്ന കവറ് അങ്ങനെ കയറി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയാണെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആ മുഴുവൻ ഓറഞ്ചും ആരുടെയായി എന്ന് ചിന്തിക്കുക. എല്ലാം ആ പെൺകുട്ടിയുടെ കയ്യിലാണ്. അപ്പോൾ പപ്പ പറഞ്ഞു, മോളെ ദാ ചേട്ടന് 3 ഓറഞ്ച് കൊടുക്കൂ. മോള് കൈ കൊണ്ട് 3 ഓറഞ്ച് ആ ചേട്ടന് കൊടുക്കുന്നു. മറ്റേ ചേട്ടനും കൊടുക്ക് 3 ഓറഞ്ച് എടുത്ത് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന പപ്പ നമ്മുടെ സ്വന്തമായാൽ പപ്പായുടെ കയ്യിലുള്ള എല്ലാ സമ്മാനങ്ങളും നമ്മുടെ സ്വന്തമായി തീരും. മൂത്ത കുട്ടികൾ ചോദിച്ച പോലെ എനിക്ക് അത് തരാമോ ഇത് തരാമോ എന്നാണോ നാം ചോദിക്കേണ്ടത്? കർത്താവിൻ്റെ പ്രിയപുത്രരായി നിൽക്കുകയാണെങ്കിൽ, കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുകയാണെങ്കിൽ, കർത്താവ് നമ്മുടേതാണെങ്കിൽ, കർത്താവിൻ്റെ എല്ലാ നിക്ഷേപങ്ങളും എല്ലാ സമ്മാനവും നമ്മുടേതായി തീരുകയില്ലേ? ആത്മീയമായ അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. നമുക്ക് പല ആവശ്യങ്ങളുണ്ടാകും, നമ്മുടെ നിയോഗങ്ങളുണ്ടാകും. കർത്താവ് നമ്മുടെ സ്വന്തമാണെങ്കിൽ, നാം കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ, കർത്താവിനുള്ളതെല്ലാം നമ്മുടെ തന്നെയല്ലേ? പ്രിയപ്പെട്ടവരെ,
വലിയ ഒരു ഉൾക്കാഴ്ചയിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ വചനത്തിലൂടെ. നാം ഇങ്ങനെ രോഗത്തിലും കഷ്ടപ്പാടുകളിലും ദൈവം അനുവദിക്കുന്നത് നമ്മൾ സഹിക്കണം, അത് സന്തോഷത്തോടെ സഹിക്കണം, അതിന് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് താനും. എന്നാലും അനാവശ്യമായി ഈ രോഗങ്ങളും പേറി സമാധാനക്കേടും പേറി സങ്കടങ്ങളുടെ പര്യായങ്ങളായി നടക്കാനുള്ളവരാണോ നാം? ഉള്ളതിൽ സന്തോഷിക്കാനും സഹനങ്ങളും എൻ്റെ ദൈവം അറിഞ്ഞു തരുന്നതാണെന്നും അതിനൊരു പ്രതിഫലം ലഭിക്കാനിരിക്കുന്നതാണെന്നും ഉള്ള അറിവ്, ജ്ഞാനം നമ്മളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞാൽ ഈ ലോകത്തിൽ എത്ര ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വചനങ്ങളിലേക്ക് കടക്കാം. ദൈവത്തെ സ്വന്തമാക്കാനും ദൈവത്തെ മാത്രം ആഗ്രഹിക്കാനും അങ്ങനെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം കരസ്ഥമാക്കാനും നമ്മെ സഹായിക്കുന്ന ഏതാനും അഭിഷേകമുള്ള വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാണ്, അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. ഒരു ആരോഗ്യ പ്രവർത്തകയാണ് ഞാൻ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡുകളിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങിയാൽ ദൈവത്തിന് നന്ദി പറയാതെ അവിടുന്ന് തിരിച്ചിറങ്ങി പോരാൻ നമുക്ക് സാധിക്കില്ല. എന്തെല്ലാം തരം രോഗങ്ങള്, എന്തുമാത്രം കഷ്ടപ്പെടുന്ന വ്യക്തികള്, അവരുടെ കൂട്ടിരിപ്പുകാര് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം അറിഞ്ഞാൽ ദൈവം തന്ന ആരോഗ്യത്തിന് നന്ദി പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്തെങ്കിലും പരാതി നമ്മുടെ ഉള്ളിലുണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, ആരോഗ്യത്തോടെ ഇരിക്കാൻ, ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ എന്ന പോലെ തന്നെ ആരോഗ്യവാനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വചനത്തിലൂടെ ദൈവം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു. ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയ ആനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ഏറ്റവും വലിയ സമ്പത്തിനേക്കാൾ മെച്ചമാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കൽ സിനിമാ രംഗത്ത് ഏറെ നിറഞ്ഞ് പ്രശോഭിക്കുന്ന ഒരു വ്യക്തിയുടെ മകൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഡെങ്കിപ്പനി ബാധിച്ച് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിന്റെ വാതിക്കൽ നിന്ന്, എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഫോണിൽ വിളിക്കുകയുണ്ടായി. ഏറെ സമ്പത്തിന് ഉടമയായ ഈ വ്യക്തി എന്നോട് പറയുകയാണ്, മാഡം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോന് അതീവ ഗുരുതരാവസ്ഥയില് ഈ ഹോസ്പിറ്റലിന്റെ ICUയിൽ കഴിയുകയാണ്. എൻ്റെ സമ്പത്തിന്റെ എത്ര വേണമെങ്കിലും ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറാണ്, ഏത് അഗതി മന്ദിരത്തിലും കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടണം. ഏറെ വിശ്വാസമൊന്നുമില്ലാതെ നടന്നിരുന്ന ഈ വ്യക്തിയുമായിട്ട് ഒരു മീറ്റിംഗിൽ ഒന്നിച്ച് സ്റ്റേജ് പങ്കിടാനിടയായി. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അന്ന് ഞാൻ പറഞ്ഞു, ദൈവം അനുവദിക്കുന്നതുകൊണ്ട് മാത്രമാണ് നാം ഇങ്ങനെ നടക്കുന്നതെന്ന്. വ്യക്തിപരമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്നെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് കരുണയുള്ളവനാണ്. കർത്താവിനെ വിളിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്പത്തും ദൈവം കൊടുക്കുന്ന ആരോഗ്യവും നമുക്ക് അളക്കാൻ സാധിക്കുന്നതല്ല എന്ന് അദ്ദേഹത്തോട് ഒരൊറ്റ വചനത്തിലൂടെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തു. ഒരു വചനം ഏറ്റുചൊല്ലാനായി പറഞ്ഞു. അത്ഭുതകരമായി 3-ാമത്തെ ദിവസം ICUയിൽ നിന്ന് റൂമിലെത്തി. ഒരാഴ്ച കൊണ്ട് കുട്ടി വീട്ടിലെത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മൾ നേടിയിരിക്കുന്ന സമ്പത്ത് മുഴുവൻ കാഴ്ചവെച്ചാലും ഒരു ജീവന വിലയായിട്ട് നമുക്കത് ചില സമയം പ്രയോജനപ്പെടുകയില്ല. ദൈവം തരുന്ന ആരോഗ്യത്തിന് നന്ദി പറയണം. ആരോഗ്യം ദൈവികമായി നേടിയെടുക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ ഈ വചനത്തിന്റെ B പാർട്ട് പറയുന്നത്, ഹൃദയ ആനന്ദത്തിലുപരിയായ സന്തോഷമില്ല. എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും ഒന്ന് ചിരിക്കാനോ ഒന്ന് സന്തോഷിക്കാനോ ഹൃദയത്തിൽ ആനന്ദിക്കാനോ മുഖം പ്രസന്നമാകാനോ കഴിയാത്ത എത്ര ആളുകളെ നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ കണ്ടെത്താറുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ സാധിച്ചാൽ, കൂടെയുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടാൻ സാധിച്ചാൽ, ചിരിച്ച് വർത്താനം പറയാനായിട്ട് സാധിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ
കൈകൊട്ടി പാടി സന്തോഷിക്കാൻ സാധിച്ചാൽ അതിലുപരിയായിട്ടുള്ള മറ്റൊരു സന്തോഷവും ഇല്ല എന്ന് വചനം പറയുകയാണ്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, സുഭാഷിതങ്ങൾ 17:22. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വചനമാണ്. ആരോഗ്യ പ്രവർത്തക രംഗത്ത് ഒരുപാട് പേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനം കൂടിയാണ്. കാരണം മനസ്സിന്റെ ദുഃഖവും ആകുലതയും ഉത്കണ്ഠയും വിദ്വേഷവും വൈരാഗ്യവും പേറി കണ്ടുപിടിക്കപ്പെടാത്ത എത്രയോ രോഗങ്ങൾക്ക് അടിമയായി, ചികിത്സിച്ച് സുഖപ്പെടുത്താത്ത രോഗങ്ങൾക്കുടമയായി വർഷങ്ങളോളം നടക്കുന്ന വ്യക്തികൾ യേശുവിലേക്ക് അടുക്കുമ്പോൾ അതിനൊരു പരിഹാരം കാണുന്നത് നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വചനം ഇങ്ങനെ പറയുന്നു, സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സോ ആരോഗ്യത്തെ കെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സന്തുഷ്ട ഹൃദയത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ അനന്തമായ ഓരോ കാര്യങ്ങൾക്കും എണ്ണി എണ്ണി നന്ദി പറയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പരാതികളെല്ലാം ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ചിട്ട് ചെയ്ത എത്രയോ നന്മകൾ, ലഭിച്ച എത്രയോ അനുഗ്രഹങ്ങൾ, അതിൽ സന്തോഷമുള്ള മുഖത്തോടെ, ചിരിക്കുന്ന മുഖത്തോടെ യേശുവിന് നന്ദി പറയാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും നിങ്ങളെ സമീപിക്കുകയേയില്ല. കാരണം വചനം ഇങ്ങനെ പറയുന്നു, സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സോ ആരോഗ്യത്തെ കെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം അഭിഷേകമായി നമ്മിൽ നിറയട്ടെ. ആരെങ്കിലും മടുത്തും തളർന്നും പരാതിപ്പെട്ടും കഴിയുന്നുണ്ടെങ്കിൽ എത്രയോ അനുഗ്രഹങ്ങൾ, ഇന്ന് നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ സാധിക്കാത്ത അനേകരുണ്ടെന്നും, ഇന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ മരിച്ചുപോയ അനേകം പേരുണ്ടെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം അഭിഷേകമായിട്ട് കടന്നു വരട്ടെ. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം, ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും മുഖം സദാ പ്രസന്നവുമായിരിക്കും. ദൈവഭക്തന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ധനവാനാകട്ടെ ദരിദ്രനാകട്ടെ, സന്തോഷത്തിന്റെ അളവുകോല് ധനമോ സമൃദ്ധിയോ ദാരിദ്ര്യമോ ഒന്നുമല്ല. ദൈവഭക്തിയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ആനന്ദം എന്നാണല്ലോ വചനം പറയുന്നത്. അപ്പോൾ ധനവാനോ ദരിദ്രനോ ആകട്ടെ, ദൈവഭക്തന്റെ ഹൃദയം സന്തുഷ്ടവും മുഖം സദാ പ്രസന്നവുമായിരിക്കും. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ചെറിയ വിരുന്ന് സൽക്കാരത്തില് ഒരു ചേച്ചിയെ പരിചയപ്പെടുകയുണ്ടായി. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ ആ ചടങ്ങിലുണ്ടായിരുന്നു. വന്ന ആ സമയം തുടങ്ങി തീർന്ന് പോകുന്ന സമയം വരെ ചേച്ചിയുടെ മുഖത്ത് സദാ ഒരു പുഞ്ചിരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം കൂടെയുള്ള ഒരാൾക്കേ അഭിനയിക്കാതെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 14-ാം തിരുവചനം, ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ താങ്ങാൻ ആർക്ക് കഴിയും? പലവിധം ക്യാൻസർ രോഗത്താൽ ബാധിതരായി കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുക്കുന്ന അനേകം രോഗികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ചില ആൾക്കാർക്ക് വിൽ പവർ എന്നൊക്കെ നാം പറയും. എത്ര പെട്ടെന്ന് അതിനെ അതിജീവിച്ച് അതിൽ നിന്ന് തിരിച്ചു വരുന്നു എന്നറിയാമോ? അതേസമയം ചിലർ ഈ ഒരു രോഗത്തിൽ മുങ്ങി താഴ്ന്ന് അതിൽ നിന്നൊരു കര കയറാൻ സാധിക്കാതെ പോകുന്നതും കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തന്റെ മനസ്സ് ഉന്മേഷമുള്ളതാണ്. ഉന്മേഷമുള്ള മനസ്സ് തിരിച്ചറിയുന്നു, ഈ രോഗം സുഖപ്പെടുത്താൻ എൻ്റെ ദൈവത്തിനാവും. എൻ്റെ ദൈവത്തിൻ്റെ കഴിവ് അപരിമേയമാണ്. എനിക്കത് അളക്കാൻ സാധിക്കില്ല. എൻ്റെ ദൈവം വിചാരിച്ചാൽ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. അല്ല, ഇത് സഹിക്കണമെന്നാണെങ്കിൽ ഇത് സന്തോഷത്തോടെ സഹിക്കാനും എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തന്റെ തിരിച്ചറിവാണ് ആരോഗ്യമുള്ളപ്പോഴും രോഗാവസ്ഥയിലും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, പ്രഭാഷകൻ 31-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാം ചിന്തിച്ചാൽ
എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ അധ്വാനിച്ചിരുന്നത് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? അരവയർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് അരവയർ പോലും നിറയ്ക്കാനുള്ള സമയമില്ലാതെ ബിസിനസ്സും ജോലിയും തത്രപ്പാടുമായിട്ട് ഓടുന്ന എത്രയോ വ്യക്തികളുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കാതെ അസുഖം വരുത്തി വെക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം മേശയിലുണ്ടെങ്കിലും ഇതൊന്നും ആസ്വദിക്കാനോ ഇത് കഴിക്കാനോ താല്പര്യമില്ല, സന്തോഷമില്ല. അങ്ങനെ കഴിയുന്ന എത്ര വ്യക്തികളുണ്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ധനത്തെക്കുറിച്ചുള്ള അതിശ്രദ്ധ, ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? എത്ര ആളുകൾ ഉറക്ക ഗുളികയുടെ സഹായത്തോടെ മാത്രം ഏതാനും മണിക്കൂറുകൾ ഉറങ്ങുമ്പോൾ ദൈവത്തിന് നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഉറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്കൊക്കെ ഉറങ്ങാൻ സാധിക്കാത്ത. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. കിടക്കുന്ന ആ സമയം ദൈവാനുഗ്രഹമാണ്. രാവിലെ അലാം അടിക്കുന്ന സമയം വരെ ഗാഠനിദ്രയിലാണ്. ദൈവത്തോട് കൂടി ഉറങ്ങാനും ദൈവത്തിന്റെ മുഖം കണ്ടുണരാനും സാധിക്കുന്നു എന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 9-ാം വചനം, മകനെ, രോഗം വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഉദാസീനനാകരുത്, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം എന്ന ദാനം നമുക്ക് കിട്ടിയാൽ രോഗം എന്നത് സഹിക്കാൻ നമുക്ക് സാധിക്കണം. അതും കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവത്തിന് ഇതിൽ നിന്ന് എന്നെ കടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ആരോഗ്യമാണെങ്കിലും രോഗമാണെങ്കിലും ഞാൻ നിന്റെ കൂടെ എന്ന് ഉറച്ചു പറയാൻ നമുക്ക് സാധിക്കണം. വീണ്ടും മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, നാം എല്ലാ കാര്യത്തിലും ഐശ്വര്യമുള്ളവരായിരിക്കണം. നമ്മുടെ പഠനരംഗത്ത്, നമ്മുടെ ജോലി രംഗത്ത് കർത്താവിന്റെ സ്വന്തം മകനായി മകളായി കടന്നു ചെല്ലാനായിട്ട് സാധിക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തില് ഞാൻ പല മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ, ഞാൻ ബലഹീന കഥാപാത്രമാണ്. പക്ഷേ നിന്റെ മഹത്വത്തിന് സ്തുതിക്കുമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഇത് നന്നായിട്ട് ചെയ്യാൻ നീ സഹായിക്കണം. ഞാൻ നിന്റെ നാമവും പേറിയാണ് നിൽക്കുന്നത്. നിനക്കെന്നെ സഹായിക്കണമെങ്കിൽ നിന്റെ നാമമഹത്വത്തിനായിട്ട് ഇത് ചെയ്യാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. കട്ടായവും നിർബന്ധവും ഒന്നും കാണിക്കാറില്ല. ദൈവമേ, നിന്റെ നാമത്തിൽ നിനക്കായി നിന്റെ മഹത്വത്തിനായിട്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. സങ്കീർത്തനം 89 19 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഈ ഒരു ധ്യാന ചിന്ത അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും, ഞാനൊരു PhD ഗൈഡാണ്. ജോലി സംബന്ധമായിട്ടുള്ള പല മത്സര രംഗത്തും പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദൈവത്തെ ശക്തമായിട്ട് ആശ്രയിച്ച്, ദൈവമേ, നിന്റെ നാമമഹത്വത്തിനായിട്ട് നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ട കൃപ തരണമേ, അതിനുള്ള അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ, ഓരോ ചലഞ്ചിങ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും വരുമ്പോൾ, ദൈവമേ, നിന്റെ നാമം വഹിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്, നിന്റെ മഹത്വത്തിനായിട്ട് ഇത് മാറ്റണേ എന്ന് പറയുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ചിലപ്പം പ്രിപ്പയർ ചെയ്യാനൊന്നും അധികം സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ആ ഉത്തരവാദിത്തത്തിന് മുമ്പിലോട്ട് വരുമ്പോൾ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് സ്റ്റേജിലേക്ക് കയറാറുണ്ട്, അല്ലെങ്കിൽ ആ കർമ്മരംഗത്തേക്ക് പ്രവേശിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് പൂർണ്ണമായ ബോധ്യത്തോടെയാണ് ഞാൻ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ദൈവം മൊത്തത്തിൽ നമ്മളെ ഏറ്റെടുക്കുന്നതായിട്ടും നമ്മുടെ സംസാരവും ബുദ്ധിയും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതായിട്ടും പല സമയത്തും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോഴോ, ഒരു കടമ നിർവഹിക്കാനായിട്ട് പോകുമ്പോഴോ, എന്തുമായിക്കോട്ടെ, നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ അവകാശം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു പോയാൽ മറ്റുള്ള ജനതകളുടെ ഇടയിൽ ദൈവം നമ്മെ അംഗീകരിക്കും, ഉറപ്പിക്കും, നമ്മെ ഐശ്വര്യത്തോടെ വഴി നടത്തും. അതിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രം പോണം എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. 89-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, ദാവീദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ. നമ്മളും ബലഹീനരാണ്, പാപം ചെയ്തവരാണ്. എങ്കിലും കർത്താവിന്റെ മകനാണ്, മകളാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കണം. 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തന്റെ വിശ്വസ്തനോട് അരുളി ചെയ്തു,
ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു, ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഉയർത്തി. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ ഭുജം അവന് ശക്തി നൽകും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല. അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും. അവൻ്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും. ഞാൻ അവൻ്റെ അധികാരം സമുദ്രത്തിന്മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഐശ്വര്യമുണ്ടാകാനും ആരോഗ്യമുണ്ടാകാനും ഇന്നു മുതൽ നമുക്ക് ഈ വചനങ്ങളിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ മക്കളായി തീരാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, ശക്തനായ ദൈവമേ, എല്ലാ കാര്യത്തിനും നന്ദി പറയുന്നു. സമാധാനത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും ആരോഗ്യത്തോടും കൂടെ കർത്താവെ ജീവിക്കാൻ അങ്ങയുടെ മക്കളെ അങ്ങ് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ മക്കളെന്ന അവകാശം കർത്താവെ ഞങ്ങളുടെ ബലഹീനത കണക്കിലെടുക്കാതെ ഞങ്ങളെ അങ്ങയുടെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. ദൈവത്തിൻ്റെ നാമം പേറി ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അത് അനുഭവിച്ചറിയാനും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും ലഭിക്കാനും വേണ്ട കൃപയാൽ നിറയ്ക്കണമേ. ഈ സമയം രോഗികളെ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പലവിധ രോഗത്താൽ വലയുന്നവര്, പല പ്രശ്നങ്ങളാൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവെ അങ്ങയുടെ ധൈര്യവും ആരോഗ്യവും സമാധാനവും സമൃദ്ധമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആത്മാവിൽ അങ്ങുമായിട്ട് ഒന്നിച്ചിരിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്ത ആരോഗ്യം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം യേശുനാമത്തിൽ വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ